ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മണികരൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. മണികരനിലുള്ള ഒരു ശിവ ടെമ്പിൾ, അതുപോലെ തന്നെ സിഖുകാരുടെ ഒരു ഗുരുദ്വാര ഉണ്ട്, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു മാർക്കറ്റ്. ഇത്രയും സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. കുളൂന്ന് 45 കിലോമീറ്റേഴ്സ് ആണ് മണികരനിലേക്ക് ഉള്ളത്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കസോളിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. സോ നമുക്ക് കസോളിൽ നിന്നും കുളൂന്നൊക്കെ മണികരനിലേക്ക് ബസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം പോയിട്ടുള്ളത് മണികരൻ സാഹിബ് ഗുരുദ്വാരയിലേക്കാണ്. ഇത് ശിവ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ഒരു ഗുരുദ്വാരമാണ് സിഖുകാരുടെ. ഇത് സിഖുകാരുടെ ആരാധനാലയമാണെങ്കിൽ പോലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത്രയും തണുപ്പുള്ള പ്രദേശത്ത് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ചൂടുവെള്ളം വരുന്ന ഒരു നീരുറവയുണ്ട്. അതാണ് ഈ മണികരൻ എന്നൊരു സ്ഥലത്തിനെ ഇത്രയും ഫേമസ് ആക്കിയത്. ദേവഭൂമിയായ ഈ ഹിമാചലിലെ ഈ ഒരു പുണ്യസ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞാൽ പാപമോചനം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യം ജെൻസിനും സെപ്പറേറ്റ് ആണ്, ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് കാണാം. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ പ്രാർത്ഥനാലയം കാണാം. അവിടെ പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഉള്ളോട്ടേക്ക് കയറിയിട്ടില്ല, കാരണം അത് അവരുടെ ഒരു പുണ്യസ്ഥലമായതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്, അന്നദാനം. അപ്പോൾ നമ്മളെ ടെമ്പിൾസിലൊക്കെ കൊടുക്കുന്ന പോലെ അന്നദാനം എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞങ്ങളും അവിടെ ഇരുന്നിട്ട് കഴിച്ചു. ഇത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഗുരുദ്വാര കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഗുരുദ്വാരനോട് ചേർന്നിട്ട് തന്നെ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ശിവ ടെമ്പിളിലേക്കാണ് പോയത്. ഈ ശിവ ടെമ്പിളിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് പാർവതി ദേവിയുടെ കയ്യിൽ നിന്ന് ഒരു മുത്തിൻ്റെ മണി നഷ്ടപ്പെട്ടു. അത് പിന്നീട് ഈ ചൂട് നീരുറവയിലൂടെ പുറത്തേക്ക് വരികയും ദേവിക്ക് ആ മുത്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് മണികരൻ എന്ന പേര് വരുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാന കസ്റ്റമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തുണിയിൽ അരി വെച്ചിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഈ ഒരു അത്രയും തിളച്ച വെള്ളമായതുകൊണ്ട് അതൊരു ചോറായിട്ട് മാറും. ഇതാണ് ഇവർ കഴിക്കുന്നത്. ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആചാരം എന്നൊന്നും, വിശ്വാസം എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മാർക്കറ്റിലേക്കാണ് പിന്നെ പോയത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മാർക്കറ്റ്. നമ്മൾ 2 വീലറിലാണ് പോയതെങ്കിലും അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വണ്ടിക്ക് മാത്രമേ അറ്റ് എ ടൈം പോകാൻ കഴിയുള്ളൂ. അത് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡിൽ തന്നെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുണ്ട്. ഷോപ്പ് കീപ്പേഴ്സ് ആണെങ്കിൽ 2 സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. സോ നമ്മൾ നല്ലോണം കെയർഫുള്ളായിട്ട് ഓടിക്കാനേ കഴിയുള്ളൂ. ഹിമാചലിലെ ആൾക്കാരുടെ ട്രഡീഷണൽ തൊപ്പിയുണ്ട്. അപ്പോൾ ആ തൊപ്പി ഇവക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുപാട് ഷോപ്പിൽ കയറി, കാരണം അവളുടെ സൈസ് കിട്ടിയിട്ടില്ല. കുറേ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ നല്ലൊരെണ്ണം കിട്ടി. മോൾക്കത് നല്ല ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ തൊപ്പിയൊക്കെ വാങ്ങിയിട്ട് നേരെ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. കസോൾ മണികരൻ റൂട്ടിലുള്ള ഈ ഒരു റോഡ് നമ്മളെ ഹൈവേ ഫിലിമിലുണ്ട് കേട്ടോ, ആലിയ ഭട്ടിൻ്റെ. സോ നമ്മളെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്